എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ മഹാഭാരതത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വീണ്ടും ഇന്ത്യയിൽ വലിയ തോതിൽ ഉടലെടുത്തിരിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കൽക്കി 2898 AD എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയുണ്ടായി. അതിൽ മഹാഭാരതത്തിന്റെ ഒരുപാട് ഇതിവൃത്തങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ മഹാഭാരതവും അശ്വത്ഥാമാവും ദ്രോണരും കർണനും അർജുനനും ശ്രീകൃഷ്ണനെ പറ്റിയിട്ടൊക്കെയുള്ള ചർച്ചകൾ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ സജീവമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കൽക്കി സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതായത് കൽക്കി സിനിമ കണ്ട് എല്ലാവരും പറയുന്ന ഒന്നുണ്ട്, അതിൻ്റെ അകത്ത് പ്രഭാസിന്റെ റോളിനെക്കാളും മികച്ചു നിൽക്കുന്ന അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവിനെ ഒരു ഹീറോ പരിവേഷം, മഹാഭാരതം അറിയാതെ ഈ സിനിമ കണ്ടവർക്ക് അശ്വത്ഥാമാവ് ഒരു ഹീറോയാണെന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഹീറോ അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ടായേക്കാം ഒരു പക്ഷേ അതാണോ സത്യം? അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ്? എത്രത്തോളം ലെവലിൽ നമുക്ക് അശ്വത്ഥാമാവിനെ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിവേഷം കൊടുക്കാൻ സാധിക്കും? അങ്ങനെ ഒരു മഹാനായിട്ടുള്ള വ്യക്തി ആയിട്ടാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ഏറ്റവും വലിയ ശാപം അശ്വത്ഥാമാവിന് കൊടുത്തത്? നിങ്ങൾ മരണമില്ലാതെ നെറ്റിയിൽ നിന്നുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങാതെ അതിൽ നിന്ന് ചോരയും ചലവും ഒക്കെ ഒഴുകി ജരാനരകൾ ബാധിച്ച് കൊടും വേദന അനുഭവിച്ച് ഈ ഭൂമിയിൽ മരണമില്ലാതെ ജീവിക്കും എന്നൊരു ശാപം ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലുള്ള ഒരാൾ കൊടുക്കണമെങ്കിൽ അത്രത്തോളം ഒരു ഹീറോയാണോ അശ്വത്ഥാമാവ്? അത്രത്തോളം വാഴ്ത്തപ്പെടേണ്ട ഒരാളാണോ? മാത്രമല്ല, അശ്വത്ഥാമാവിന് മരണമില്ല എന്ന് പറഞ്ഞല്ലേ, അശ്വത്ഥാമാവിൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിലുള്ള അശ്വത്ഥാമാവ് ആരാന്നുള്ള കാര്യം. ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കാവ്യാത്മക രീതി നോക്കുവാണെങ്കിൽ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടപ്പുണ്ട്. അതിടയ്ക്ക് നമ്മൾ പുറത്തെടുക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്, ഇല്ലേ? ഇത് കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അശ്വത്ഥാമാവിൻ്റെ കഥയാണ്. ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് എന്ന വാക്കിൻ്റെ അർത്ഥം അശ്വത്തെ പോലെ അഥവാ കുതിരയെ പോലെ ബലമുള്ളവനെന്നാണ്. അശ്വത്ഥാമാവിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ദ്രോണര് അതീവ ദരിദ്രനായിരുന്നു. ഭക്ഷണം കൃത്യമായിട്ട് വാങ്ങാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ മറ്റോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ചെറുപ്പകാലത്തൊക്കെ വളരെയേറെ ദാരിദ്ര്യവും വിശപ്പും സഹിച്ചാണ് അശ്വത്ഥാമാവ് ജനിച്ചു വരുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്ന പ്രകാരം ചെറുപ്പകാലത്ത് അശ്വത്ഥാമാവ് അടുത്തുള്ള വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ അശ്വത്ഥാമാവിനെ അരിമാവ് കലക്കിയിട്ട് പാലെന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. അത് പാലല്ല, അരിമാവാണെന്ന് തിരിച്ചറിയാൻ പോലും അശ്വത്ഥാമാവിന് അറിയില്ല. കാരണം അശ്വത്ഥാമാവ് പാലും കുടിച്ചിട്ടില്ല, ഈ അരിമാവ് കലക്കി അത് വെച്ചൊന്നും ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ ഇത് കുടിച്ചു കഴിയുമ്പോഴാണ് കൂട്ടുകാർ പറയുന്നത് ഇത് പാലല്ല, അരിമാവ് കലക്കിയാന്നും പറഞ്ഞ് അശ്വത്ഥാമാവിനെ കളിയാക്കിയാണ്. അശ്വത്ഥാമാവ് കരഞ്ഞുകൊണ്ട് തന്റെ പിതാവായിട്ടുള്ള ദ്രോണരോട് വന്ന് സങ്കടം ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ഈ കഠിന ദാരിദ്ര്യം കാരണം യാതൊരുവിധ നിർവാഹവും ഇല്ലാതെ ദ്രോണര്, അതായത് അശ്വത്ഥാമാവിന്റെ പിതാവ്, അന്ന് ദ്രോണാചാര്യരായിട്ടില്ല കേട്ടോ, ശരിക്കും പറയുവാണെങ്കിൽ ദ്രോണര് തന്റെ പഴയൊരു സുഹൃത്തായിട്ടുള്ള രാജാവുണ്ട്, ദ്രുപദ മഹാരാജാവ്. ദ്രുപദ മഹാരാജാവിനെ കാണാനായിട്ട് ഭാര്യ മകനെയും കൂട്ടി പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നതും ദ്രുപദ മഹാരാജാവ് മുഖം തിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഇല്ല, ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, നമ്മൾ ചിലപ്പോൾ കടം ചോദിക്കുന്നവരെയൊക്കെ നമ്മളും ഒഴിവാക്കി കൊടുത്തില്ലേ. അതുപോലെ തന്നെ ദ്രുപദ മഹാരാജാവ് ഈ ഒരു ദ്രോണരെയും തൻ്റെ ആ ഒരു കുടുംബത്തിനെയും അവിടുന്ന് ഒഴിവാക്കി വിടുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആകെപ്പാടെ വിഷമിച്ച ദ്രോണരും കുടുംബവും നേരെ ഹസ്തിനപുരിയിൽ പോയി താമസം ആരംഭിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഭീഷ്മരെയും അതുവഴി കൗരവ പാണ്ഡവാദികളെയും പരിചയപ്പെടുന്നതും അവരുടെ ഗുരുസ്ഥാനം അലങ്കരിക്കുന്നതും. കാരണം ഈ ദ്രോണർ എന്നുള്ളത് അസ്ത്രവിദ്യകളിലും യുദ്ധവിദ്യകളിലും കേമനായിരുന്നു. ദാരിദ്ര്യം കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഈ ഒരു പല പ്രാരാബ്ദങ്ങൾ കാരണം നമ്മൾ അതല്ല, നമ്മുടെ പാഷന് പുറകെ പോകാതെ നമുക്ക് ചെറിയ ജോലികൾക്ക് വേണ്ടി വരുന്നു. കാലാകാലങ്ങൾ കൊണ്ട് ആ പാഷൻ മറക്കുന്നു, ആ ഒരു കഴിവ് അവിടെ മങ്ങിപ്പോകുന്നല്ല. ഇത് തന്നെയായിരുന്നു ദ്രോണർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുസ്ഥാനം അലങ്കരിക്കുകയാണ്. അങ്ങനെ ആചാര്യനായിട്ട് മാറുകയാണ് ദ്രോണര്. അപ്പോൾ മകനായിട്ടുള്ള അശ്വത്ഥാമാവിൻ്റെ ജീവിതവും മെച്ചപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് ഈ ഒരു രാജകുമാരന്മാരോട് ഒപ്പം കൊട്ടാരത്തിലായിരുന്നു. കൗരവ പാണ്ഡവ രാജകുമാരന്മാരുടെ ഒപ്പം അശ്വത്ഥാമാവും സ്വന്തം പിതാവിൽ നിന്ന് അസ്ത്രവിദ്യയും മറ്റു ഗുരുകുല വിദ്യാഭ്യാസവും ഒക്കെ അഭ്യസിച്ചു പോന്നിരുന്നു. അശ്വത്ഥാമാവ് അതിബുദ്ധിമാനായിരുന്നു. മാത്രമല്ല ദ്രോണാചാര്യര് അശ്വത്ഥാമാവിനും പാണ്ഡവപക്ഷത്തുള്ള അർജുനനും ഒരു സ്പെഷ്യലായിട്ടുള്ള അസ്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കി ആർക്കും അറിയാത്ത അസ്ത്രം ഈ രണ്ടുപേർക്ക് അറിയായിരുന്നു. അതിനപ്പുറമുള്ള പല നിഗൂഢ വിദ്യകളിലും അഗ്രഗണ്യനായിരുന്നു അശ്വത്ഥാമാവ്. മഹാഭാരതത്തിൽ ശ്രീ വ്യാസൻ പറയുന്ന പ്രകാരം ഒരു പുൽനാമ്പിൽ നിന്ന് പോലും ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു അസ്ത്രം നിർമ്മിക്കാനായിട്ട് അശ്വത്ഥാമാവിന് സാധിച്ചിരുന്നു എന്നാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മഹാഭാരത യുദ്ധത്തിലേക്ക് വരാം. 18 ദിവസം നീണ്ടു നിന്ന മഹായുദ്ധം. അശ്വത്ഥാമാവ് കൗരവപക്ഷത്തായിരുന്നു, അല്ലേ? കൗരവപക്ഷത്തായിരുന്നു ദുര്യോധന വേണ്ടി പോരാടിയിട്ടുള്ള ഒരു യോദ്ധാവാണ്. യുദ്ധരീതിയിൽ ഒരു യോദ്ധാവ് തന്നെയാണ് അശ്വത്ഥാമാവ്. പാണ്ഡവപക്ഷത്ത് ഏറ്റവും വലിയ നാശമുണ്ടാക്കിയ ഒരു വ്യക്തിയും അശ്വത്ഥാമാവ് തന്നെയാണ്. പക്ഷെ യുദ്ധം തീർന്ന 18-ാം നാൾ രാത്രിയിൽ യുദ്ധം തീർന്നായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് രാത്രിയിൽ അശ്വത്ഥാമാവ് ചെയ്ത ചില പ്രവൃത്തികളുണ്ട്. ആ ഒരു
പ്രവൃത്തികൾ മൂലമാണ് അശ്വത്ഥാമാവിന് ഏറ്റവും വലിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും അദ്ദേഹത്തെ ശപിക്കുന്നത്. എന്താണ് മഹാഭാരത യുദ്ധത്തിൽ സംഭവിച്ചത്? എന്താണ് അതിൽ അശ്വത്ഥാമാവിന്റെ പങ്ക്? മഹാഭാരത യുദ്ധത്തിന്റെ 18ാമത്തെ ദിവസം പാണ്ഡവപക്ഷത്തെ ഭീമസേനന്റെ പ്രഹരമേറ്റ്, മാരക പ്രഹരമേറ്റ് കൗരവപക്ഷത്തുള്ള ദുര്യോധനൻ വീഴുകയാണ്. ദുര്യോധനന്റെ വീഴ്ചയോടെ ഈ യുദ്ധത്തിന് അന്ത്യമാകുകയാണ്. പാണ്ഡവർ ഈ ഒരു യുദ്ധത്തില് വിജയികളായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. പാണ്ഡവ പക്ഷത്ത് പഞ്ചപാണ്ഡവര്, കൃഷ്ണന്, സാത്യകി, ദ്രൗപദിയുടെ 5 പുത്രന്മാര്, ശിഖണ്ഡി, 2000 തേരുകള്, 700 ആനകള്, 5000-ഓളം വരുന്ന കുതിരകള്, 10,000-ഓളം വരുന്ന കാലാൾപ്പടയുമാണ് ശേഷിച്ചിട്ടുണ്ടായിരുന്നത്. പാണ്ഡവ വംശത്തിന്റെ അടുത്ത അവകാശികൾ എന്ന് പറയുന്നത് ദ്രൗപദിയുടെ 5 മക്കളാണ്. അപ്പോൾ അവരിലാണ് പാണ്ഡവന്മാർക്ക്, പഞ്ചപാണ്ഡവർക്ക് പ്രതീക്ഷയുള്ളത്. മാത്രമല്ല അവർക്കൊരു പോറൽ പോലും ഈ യുദ്ധത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് ഏറ്റില്ലായിരുന്നു. യുദ്ധവിജയത്തിന് ശേഷം പാണ്ഡവന്മാര് കൗരവ ദുർശാസനാദികളുടെ കൊട്ടാരത്തിൽ കയറി വലിയ ആഘോഷം, നമ്മളുടെ ഇന്നത്തെ കാലത്ത് പറയുവാണെങ്കിൽ പാർട്ടി നടത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ എടുക്കുകയാണ്. അവിടെ ജോലിക്കാർക്കും ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വലിയ തിമിർപ്പായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവർക്ക് വലിയ മുറിവുകൾ ഏറ്റിട്ടുണ്ടല്ലോ, ആ മുറിവുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് തൈലവും ലേപനവും ഒക്കെ പുരട്ടുകയാണ്. അതിനുശേഷം കുളിച്ച് സന്ധ്യാവന്ദനവും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇവർ ശിബിരം, അതായത് ഒരു ടെന്റ് എന്ന് വിചാരിച്ചാൽ മതി, ഈ ടെന്റിൽ ആണ് ഉറങ്ങാൻ കിടക്കുന്നത്. കാരണം യുദ്ധസമയമാണ്, യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്, 18ാം ദിവസമാണ്. ആ ഒരു ടെന്റിൽ, ആ ഒരു ശിബിരത്തിൽ ഉറങ്ങാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇവർ. ഇതേ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തിച്ചേരുകയും പാണ്ഡവരും സത്യകയും ഈ ഒരു ശിബിരത്തിൽ നിൽക്കേണ്ട, നിങ്ങൾ കുറച്ച് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവന്മാരും സത്യയും അതോടൊപ്പം ശ്രീകൃഷ്ണനും ഓഖാവതി നദിയുടെ തീരത്താണ് അന്ന് രാത്രിയിൽ വസിക്കുന്നത്. ഇതേ സമയം അശ്വത്ഥാമാവ് പക കൊണ്ട് എരിഞ്ഞടങ്ങിയാണ്. അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് പക പൂണ്ടാല് രുദ്രനെ പോലെ സർവവും സംഹരിച്ചു കളയുന്ന ഒരു പ്രകൃതക്കാരനാണ്. അപ്പോൾ ദുര്യോധനൻ വീണതോടെ, അതായത് ദുര്യോധനൻ കിടക്കയിൽ കിടക്കുകയാണ്. ഇത് കണ്ട് അശ്വത്ഥാമാവിന് സഹിച്ചില്ല. അശ്വത്ഥാമാവ് ദുര്യോധനോട് പറയുന്നുണ്ട്, അല്ലയോ മിത്രമേ, എന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണനോടും പാണ്ഡവന്മാരോടും പുച്ഛം തോന്നുന്നു. എനിക്ക് ആജ്ഞ തരിക, ഞാൻ എല്ലാവരെയും സംഹരിക്കാം, എന്റെ ജീവൻ മിത്രത്തിന് വേണ്ടി തരാം എന്നുള്ള രീതിയിൽ ആകപ്പാടെ മാനസിക നില തെറ്റിയിട്ട് പകയായിരുന്നു അശ്വത്ഥാമാവിനെ ആ ഒരു സമയത്ത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഉടനെ ദുര്യോധനൻ കൃതവർമാവിനോട് ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ആ വെള്ളം അശ്വത്ഥാമാവിന്റെ നെറുകയിൽ അഭിഷേകം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഈ 3 സംഘത്തിന്റെ സൈന്യാധിപനായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു, പോയി വരിക എന്നും പറഞ്ഞിട്ട് അശ്വത്ഥാമാവിനെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാണ്. കൊലവിളിയോട് നീറുന്ന പകയോടെ പാണ്ഡവന്മാരുടെ ശിബിരത്തെ ലക്ഷ്യമാക്കി അവരോട് പ്രതികാരം ചെയ്യാനായിട്ട് അശ്വത്ഥാമാവ് അവിടുന്ന് തിരിക്കുകയാണ്. പാണ്ഡവപക്ഷത്തെ വകവരുത്താനായിട്ട് അശ്വത്ഥാമാവ് ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക, ഒരു ഭീരുവിനെ പോലെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അശ്വത്ഥാമാവിന്റെ മുമ്പിലുള്ള ഏക വഴി. പക്ഷേ കൃപവർമാവും കൃതവർമാവും അശ്വത്ഥാമാവിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ഇതിനെ എതിർക്കുകയാണ്. അവർക്കും ഈ പാണ്ഡവന്മാരോട് റെസ്പെക്ട് ഉണ്ട്. ഇതിനൊരിക്കലും ഒളിഞ്ഞിരുന്നുള്ള യുദ്ധത്തിന്, അതായത് ധർമ്മയുദ്ധത്തിനല്ലാതെ ഇങ്ങനെ ഒരു യുദ്ധത്തിന് അവരും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ശിബിരത്തിന്റെ പുറത്ത് ഒളിഞ്ഞിരുന്ന് ശിബിരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച അശ്വത്ഥാമാവിനെ കൃപവർമാവും കൃതവർമാവും കൂടെ എതിർക്കുകയാണ്. പക്ഷേ അശ്വത്ഥാമാവിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അശ്വത്ഥാമാവ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവിടെ പടിവാതിൽക്കൽ വലിയൊരു ഭൂതത്തെ പോലുള്ള ഒരു രൂപം നിൽക്കുന്നത്. പുലിത്തോലണിഞ്ഞ കാലസ്വരൂപനായിട്ടുള്ള നീണ്ട പല്ലുകളുള്ള ഒരു ഭൂതത്തിന്റെ ഉടലിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒരുപാട് ശ്രീകൃഷ്ണന്മാരെ പോലുള്ള രൂപങ്ങൾ ഇങ്ങനെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് അശ്വത്ഥാമാവിന് മനസ്സിലായി, ഈ ഒരു വ്യക്തിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ, യുദ്ധം ചെയ്തു പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന്. അന്തരീക്ഷം ശരിയല്ല, ഇത് നമുക്ക് വലിയ വിപത്തായിരിക്കും സമ്മാനിക്കാൻ പോവുക. അപ്പോൾ ദ്രൗണി ചെയ്തൊരു കാര്യമുണ്ട്. ഒരു തപസ് ആരംഭിച്ച് ഭഗവാൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. ശിവൻ പ്രത്യക്ഷപ്പെടുകയാണ്, അശ്വത്ഥാമാവിനോട് പറയുകയാണ്, അല്ലയോ അശ്വത്ഥാത്മാവേ, എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിന്റെ ഭക്തിക്ക് പ്രതിഫലമായിട്ടാണ് ഞാൻ പഞ്ചപാണ്ഡവന്മാരെയും ആ ഒരു വംശത്തെയും സംരക്ഷിച്ചു പോകുന്നത്. അതിനാലാണ് നിങ്ങൾക്ക് അവരെ കൊല്ലാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇന്നത്തോടുകൂടി പാഞ്ചാലന്മാരുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ അശ്വത്ഥാത്മാവിനെ അനുഗ്രഹിക്കുകയും പ്രത്യേകമായിട്ടുള്ളൊരു വാള് അശ്വത്ഥാമാവിന് സമ്മാനിക്കുകയും ചെയ്യുകയാണ്. അശ്വത്ഥാമാവിന് ശിവന്റെ വരം കിട്ടി. അശ്വത്ഥാമാവ് ആ വാളുമായിട്ട് ഈ ശിബിരത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ അടുത്ത് തന്നെ കൃതവർമാക്കൾ നിൽപ്പുണ്ട്. അവർക്കും മനസ്സിലാകുകയാണ് ഇനി പിടിച്ചു നിൽക്കുക രക്ഷയില്ല. അപ്പോൾ അശ്വത്ഥാമാവ് അവരോട് പറയുകയാണ്, എല്ലാവരെയും വകവരുത്തണം എന്നും പറഞ്ഞിട്ട് ഈ വാളുമായിട്ട് അത്രത്തോളം ഒരു കോപത്തോട് കൂടിയിട്ട്, അത്രത്തോളം പകയോട് കൂടിയിട്ട് ഈ ഒരു കൂടാരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അശ്വത്ഥാമാവ് ആദ്യം കയറിയത് തൻ്റെ പിതാവിൻ്റെ ഘാതകനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ ഉറങ്ങുന്ന കൂടാരത്തിലേക്കാണ്. ദൃഷ്ടദ്യുമ്നൻ അവിടെ വലിയ ഉറക്കത്തിലാണ്. കാരണം ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ശേഷം മനസമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റിയത് ഇപ്പോഴാണ്. അങ്ങനെ കയറി അശ്വത്ഥാമാവ് നേരെ അദ്ദേഹത്തെ വാളുകൊണ്ട് കുത്തിക്കൊല്ലാൻ നിന്നില്ല. പക്ഷെ മറിച്ച് അശ്വത്ഥാമാവ് ചെയ്ത മറ്റൊരു പ്രവൃത്തിയായിരുന്നു, ദൃഷ്ടദ്യുമ്നനെ കാലുകൊണ്ട് തട്ടി ഉണർത്തി വിളിക്കുക.
വയ്ക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ തന്നെ അശ്വത്ഥാമാവ് തൻ്റെ മുഷ്ടി കൊണ്ട് ദൃഷ്ടദ്യുമ്നനെ ഇടിച്ച്, അതായത് കൈക്കരുത്തുകൊണ്ട്, വാളുപയോഗിച്ചില്ല, കൈക്കരുത്തുകൊണ്ട് മാത്രം അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ കീഴ്പ്പെടുത്തുകയാണ്. പെട്ടെന്നുള്ള ആക്രമണം ആയതുകൊണ്ട് തന്നെ ദൃഷ്ടദ്യുമ്നൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൃഷ്ടദ്യുമ്നൻ ആകപ്പാടെ കീഴ്പ്പെടുകയാണ്. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പറയുകയാണ്, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ ആയുധം കൊണ്ട് തന്നെ കൊല്ലുക, അങ്ങനെ എനിക്ക് സ്വർഗ്ഗലോകത്ത് പോകാൻ പറ്റും. അശ്വത്ഥാമാവ് പറഞ്ഞു, ഗുരുഖാദികൾക്ക് കുലവാംസന ലോകമില്ല എന്നും പറഞ്ഞുകൊണ്ട് വാളുകൊണ്ട് ആക്രമിക്കാതെ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ ചവിട്ടിയും മർദ്ദിച്ചും ഇഞ്ചിഞ്ചായി നമ്മൾ കൊല്ലുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ദൃഷ്ടദ്യുമ്നനെ തൻ്റെ കൈയുടെ ശരീരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ചതച്ചരച്ച് കൊന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ശിബിരം ഉണരുകയാണ്. എല്ലാവരും അറിഞ്ഞു ഒരു ആക്രമണം നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പടയാളികളൊക്കെ വാളും എടുത്ത്, കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് അശ്വത്ഥാമാവിനെ ഈ ഒരു മൂവർ സംഘത്തിനോടും യുദ്ധം ചെയ്യാൻ വരികയാണ്. പക്ഷേ അശ്വത്ഥാമാവ് ഈ മൂവർ സംഘവും വളരെ ശക്തമായിട്ട് തന്നെ അവരോട് യുദ്ധം ചെയ്യണം. അശ്വത്ഥാമാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നാൽ ദ്രൗപദിയുടെ 5 പുത്രന്മാരെ, അതായത് പഞ്ചപാണ്ഡവന്മാരുടെ 5 പുത്രന്മാരെ, അവരാണ് പാണ്ഡവ വംശത്തിന്റെ അടുത്ത അവകാശികളല്ലേ, അപ്പോൾ അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു അശ്വത്ഥാമാവിന്റെ ഏറ്റവും വലിയൊരു പ്രതികാരമായിട്ട് മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നേരെയായി അശ്വത്ഥാമാവിന്റെ യുദ്ധം. അദ്ദേഹത്തെ തടുക്കാൻ ചെന്ന യുദ്ധാമന്യുവിന്റെ തല വെട്ടിയിട്ട് പഞ്ചപാണ്ഡവന്മാർക്ക് നേരെ നീങ്ങിയാണ്. അവരും പോരാടി കേട്ടോ, അവരും വലിയ യുദ്ധങ്ങൾ, അവര് യൗവനമാണ്, ഒരു അധികം പ്രായമൊന്നുമില്ല, എന്നിരുന്നാൽ കൂടിയിട്ട് അവർ യുദ്ധത്തിൽ വീരശൂര പരാക്രമികൾ തന്നെയാണ്, പാണ്ഡവന്മാരുടെ മക്കളല്ലേ. പക്ഷേ അവർ യുദ്ധം ചെയ്യുന്ന അശ്വത്ഥാമാവിനോടാണ്. മാത്രമല്ല ഭഗവാൻ മഹാദേവൻ നൽകിയിട്ടുള്ള രുദ്രദത്തമായിട്ടുള്ള, അതായത് വജ്രങ്ങൾ പിടിപ്പിച്ച വാളും അശ്വത്ഥാമാവിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പോരാടി തോറ്റു എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ അശ്വത്ഥാമാവ് പഞ്ചപാണ്ഡവന്മാരുടെ, ദ്രൗപദിയുടെ 5 പുത്രന്മാരുടെയും തലയെറുക്കുകയാണ്. അതൊന്നും കൊണ്ട് അശ്വത്ഥാമാവ് അടങ്ങിയില്ല. അവിടെ ഉണ്ടായിരുന്ന സകലയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ അദ്ദേഹം തുടങ്ങിയാണ്. അങ്ങോട്ടെത്തിയ ശിഖണ്ഡി അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ അമ്പെയ്ത് വലിയ മുറിവുണ്ടാക്കിയാണ്. ഓടിപ്പാൻ അശ്വത്ഥാമാവ് ശിഖണ്ഡിയുടെ അടുത്തേക്ക് പോവുകയാണ്. ശിഖണ്ഡിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ശിബിരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ എല്ലാം തന്നെ കൃപരും കൃതവർമാവും കൂടെ വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം ആ കൂടാരത്തിന് മൊത്തം തീയിടുകയാണ്. അപ്പോൾ തീയിട്ടപ്പോഴേക്കും മൊത്തം വെളിച്ചമായി അവിടെ പതുങ്ങിയിരുന്നവരെയും ഓടി രക്ഷപ്പെടുന്നവരെയും എല്ലാം തന്നെ അശ്വത്ഥാമാവ് മിന്നലിന്റെ വേഗത്തിൽ നടന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. മാത്രമല്ല രുദ്രാസ്ത്രം പ്രയോഗിച്ചും ഒരുപാട് പേരെ ഒരുമിച്ച് ഇല്ലാതാക്കിയാണ്. അങ്ങനെ ദൃഷ്ടദ്യുമ്നന്റെ സാരഥി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ കൊല്ലപ്പെടുകയാണ്. ശിബിരം നിശബ്ദമായി, ആരും ജീവനോടെ ഇല്ല. അവിടെ ഒരു രക്തപ്പുഴ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ 3 പേരും വിജയശ്രീയിൽ ആളുകളായിട്ട് ദുര്യോധനന്റെ അടുക്കലേക്ക് മടങ്ങിയാണ്. ഉള്ളിലുള്ള കോപമാണ് അവിടെ അശ്വത്ഥാമാവ് തീർത്തിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സംഹാര താണ്ഡവമാടുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് അശ്വത്ഥാമാവ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദുര്യോധനന്റെ അടുക്കലെത്തി അദ്ദേഹം വലിയൊരു പ്രസംഗം കാഴ്ചവെക്കുകയാണ്. ദുര്യോധനൻ മഹാനായിരുന്നു എന്ന് പാണ്ഡവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ബലരാമ ഭഗവാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്, താങ്കൾ വലിയ ദാനധർമ്മിയാണെന്നും വീരശൂര പരാക്രമിയാണ്, യുദ്ധത്തിൽ കേമനാണ്. അങ്ങനെ ദുര്യോധനന്റെ സൽപ്രവർത്തികളെ പറ്റിയൊക്കെ ഒരുപാട് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഞാൻ പാണ്ഡവ കുലത്തെ ഇല്ലാതാക്കി, പഞ്ചപാണ്ഡവന്മാർക്ക് ദ്രൗപദിയിൽ പിറന്ന 5 പുത്രന്മാരെ അടക്കം ഞാൻ വകവരുത്തി. ഇപ്പോൾ പാണ്ഡവപക്ഷത്ത് അവശേഷിക്കുന്നത് പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും സാത്വികിയും മാത്രമാണ്. കൗരവപക്ഷത്ത് അഥവാ നമ്മളുടെ പക്ഷത്ത് അവശേഷിക്കുന്നത് ദുര്യോധനും അങ്ങും ഞങ്ങൾ 3 പേരും, അതായത് അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും മാത്രമാണ്. അതായത് തുല്യമായിരിക്കുന്നു. ഇവിടെ ധർമ്മം നോക്കിയിട്ട് കാര്യമില്ല. കാരണം പാണ്ഡവന്മാർ വലിയ ധർമ്മത്തിന്റെ പാതയിലൊന്നും അല്ലല്ലോ യുദ്ധത്തിൽ പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള വലിയ പ്രസംഗം അശ്വത്ഥാമാവ് നടത്തിയാണ്. ദുര്യോധന ആകപ്പാടെ ഒരു ആത്മനിർവൃതി തോന്നുകയാണ്. അത്രത്തോളം സന്തോഷവാനായാണ്. അദ്ദേഹം പറയാണ്, അല്ലയോ അശ്വത്ഥാമാവേ, ഭീഷ്മരോ തൻ്റെ പിതാവോ കർണനോ മറ്റാരും ചെയ്തു തരാത്തൊരു ഉപകാരമാണ് താങ്കൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ഇത്രയും മാത്രം മതി എനിക്ക്, ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ദുര്യോധനന്റെ തല ഒരു വശത്തേക്ക് ചരിയുകയാണ്. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് മരണപ്പെടുകയാണ്. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ പാണ്ഡവപക്ഷത്ത് ആകപ്പാട്, അല്ലെങ്കിൽ ആ ഒരു ശിബിരത്തിൽ ആകപ്പാട് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത് ദൃഷ്ടദ്യുമ്നന്റെ സാരഥിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇദ്ദേഹം നേരെ ചെന്ന് ശ്രീകൃഷ്ണന്റെ അടുക്കലും ഈ പഞ്ചപാണ്ഡവന്മാരുടെ അടുക്കലും കാര്യം പറയുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും കൂടെ വന്ന് അവിടെ വലിയൊരു സംഹാരം നടത്തി രക്തപ്പുഴയാക്കി മാറ്റി. അവിടെ പഞ്ചപാണ്ഡവന്മാരുടെ ദ്രൗപദിയുടെ 5 മക്കളെയും അശ്വത്ഥാമാവ് വകവരുത്തി എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ദ്രൗപദി ബോധരഹിതയായി വീഴുകയാണ്. അവിടെ വലിയൊരു സങ്കടക്കടലായി മാറുകയായിരുന്നു. കാരണം ഇന്നലെ കൊണ്ട് യുദ്ധം കഴിഞ്ഞു, തങ്ങൾ വിജയശ്രീയിൽ ആളുകളായി, അതിന്റെ വലിയ ആഘോഷങ്ങളും ഉന്മാദ തിമിർപ്പുകളും എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു പ്രഹരം ഈ പഞ്ചപാണ്ഡവന്മാർ നേരിടേണ്ടി വരുന്നതല്ലേ. അപ്പൊ അതിന്റെ സങ്കടവും അതോടൊപ്പം പക, അശ്വത്ഥാമാവിനെ വകവരുത്തണം, പ്രതികാരം ചെയ്യണമെന്നുള്ള പകയുണ്ടായിരുന്നു. പക ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭീമസേനായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ നകുലനെ തേരാളിയാക്കി ഭീമൻ അശ്വത്ഥാമാവിനെ തേടിയിറങ്ങിയാണ്. അങ്ങനെ അശ്വത്ഥാമാവിനെ തേടിയിറങ്ങുന്ന വഴിക്ക് കൃഷ്ണൻ അറിയാം, അശ്വത്ഥാമാവിനെ തേടിയിറങ്ങുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന അത്ര പന്തിയല്ല, അത്
പ്രഹരമേൽപ്പിക്കാം എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ ഉടനെ തന്നെ ബാക്കി പാണ്ഡവന്മാരുമായിട്ട് മറ്റൊരു രഥത്തിൽ ഭീമന്റെ തൊട്ട് പുറമെ തന്നെ കുതിക്കുകയാണ്. വ്യാസന്റെ ആശ്രമത്തിന് സമീപം വെച്ച് ഭീമൻ അശ്വത്ഥാമാവിനെ കണ്ടുപിടിക്കുകയാണ്. ഇതിന് തൊട്ട് പുറമെ തന്നെ ശ്രീകൃഷ്ണനും ബാക്കി പാണ്ഡവന്മാരും മറ്റ് ഉണ്ടായിരുന്നവരും എല്ലാം കൂടെ അവിടെ എത്തിച്ചേരുകയാണ്. ഇത് കണ്ട് അശ്വത്ഥാമാവിന് മനസ്സിലായി സംഭവം പന്തിയല്ല, കാരണം ശ്രീകൃഷ്ണനാണ് അവരുടെ കൂട്ടത്തിലുള്ളത്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ആ സംഘത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അശ്വത്ഥാമാവിന്റെ മുമ്പിൽ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്കും അർജുനനും മാത്രം അറിയാവുന്ന മഹാസ്ത്രം, ഇന്നേ വരെ ലോകത്താരും പ്രയോഗിച്ചിട്ടില്ലാത്ത ആ ഒരു മഹാസ്ത്രം പ്രയോഗിക്കുക. അതിൻ്റെ പേരാണ് ബ്രഹ്മശിരസ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുൽനാമ്പിൽ പോലും ബ്രഹ്മശിരസ് തീർത്ത് എയ്യാൻ ശേഷിയുള്ളവനാണ് അശ്വത്ഥാമാവെന്ന്. അശ്വത്ഥാമാവ് അത് ഇവിടെ പ്രയോഗിക്കുകയാണ്. ഒരു ദർഭപ്പുല്ലിൽ ബ്രഹ്മാസ്ത്രം തൊടുത്ത് ഈ സംഘത്തിന് നേരെ വിടുകയാണ്. അപാണ്ഡവായ എന്ന് ഉച്ചരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ബ്രഹ്മാസ്ത്രം ഇങ്ങനെ വായുവിലൂടെ പോകുമ്പോഴേക്കും അവിടെ വലിയൊരു തീനാളം, ലോകത്തെ എരിക്കാൻ ശേഷിയുള്ള ഒരു തീനാളം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതേ സമയം ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനനും ബ്രഹ്മശിരസ് പ്രയോഗിക്കുകയാണ്. അർജുനനും ഈ അശ്വത്ഥാമാവിനുമാണ് ബ്രഹ്മശിരസ് അറിയാവുന്നത് അല്ലേ. അപ്പോൾ രണ്ട് മഹാസ്ത്രങ്ങൾ കൂട്ടിമുട്ടാൻ പോവുകയാണ്. അതിങ്ങനെ നമ്മൾ പണ്ടത്തെ മഹാഭാരത സീരിയലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ തീ പോലെ വന്നത്. മഹാഭാരതത്തിൽ എഴുതിയിട്ടുള്ള അങ്ങനെ തന്നെ ആകട്ടോ, വലിയ ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള വലിയൊരു തീഗോളമായിട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷേ അത് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കുമെന്നറിയാം. അത് ലോകം ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നറിയാം, ലോകം നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ മുനിമാരായിട്ടുള്ള വസിഷ്ഠനും വിശ്വാമിത്രനും വ്യാസനും ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. അവർക്ക് മാത്രമാണ് താൽക്കാലികമായിട്ട് അതിനെ ഒന്ന് സ്ലോ ആക്കാൻ പറ്റുക, അതൊരിക്കലും തടുക്കാൻ അവർക്കും സാധിക്കില്ല. അവർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ അസ്ത്രം പിൻവലിക്കുക. അസ്ത്രം കൊണ്ട് കൂട്ടിമുട്ടി ഇല്ലായ്മ ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും അവിടെ അത് വീണെടുത്ത്, അതായത് ബ്രഹ്മശിരസ് വീണ ഭൂമിയിൽ 12 വർഷക്കാലം മഴ ലഭിക്കില്ല. ഇവിടെ ജനങ്ങൾ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടും, നരകയാതന അനുഭവിക്കും. അവർ കാലാകാലങ്ങളോളം അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാല്ലേ, പക്ഷേ ആറ്റം ബോംബ് എന്തായിരുന്നു അല്ലേ. ആറ്റം ബോംബ് ഇട്ട് അവിടെ ഒരുപാട് പേര് മരിച്ചു വീണു. അതിൻ്റെ റേഡിയേഷൻ മൂലമുള്ള ക്യാൻസറും മറ്റു മാരക രോഗങ്ങൾ തലമുറകളോളം ആ ജപ്പാനിലുള്ളവർ അനുഭവിച്ചില്ലേ. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ വരാമല്ലേ. എന്തായാലും ഈ ഒരു മുനിമാർ പറഞ്ഞ ഇതായിരുന്നു, ഇത് വീണ് കഴിഞ്ഞാൽ അസ്ത്രം കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടാം, പക്ഷേ ഇത് വീണാൽ ഈ ലോകത്തിൻ്റെ സർവനാശമായിരിക്കും. ഒരു മന്ത്രങ്ങളും ഫലിക്കില്ല, ഒരു മരുന്നുകളും ഫലിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുമെന്ന് പറഞ്ഞു. അർജുനൻ മുനിമാരോട് പറഞ്ഞു, ഞാൻ അസ്ത്രം പിൻവലിക്കാം. അപ്പോൾ അർജുനൻ ആ ഒരു ബ്രഹ്മശിരസ് അശ്വത്ഥാമാവിന് നേരെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അശ്വത്ഥാമാവ് എഴുതപ്പോൾ എന്താ പറഞ്ഞത്? അപാണ്ഡവായ നമയെന്നാണല്ലേ. അപ്പോൾ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആചാര്യപുത്രനും ഞങ്ങൾക്കും സ്വസ്തി എന്നാണ്. ആചാര്യപുത്രനാണല്ലോ അശ്വത്ഥാമാവ്. ഇവരുടെ എല്ലാം അച്ഛനായിട്ടുള്ള ദ്രോണരാണ് രണ്ടുപേരെയും ആയുധ വിദ്യകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തായാലും അർജുനൻ ഈ അസ്ത്രം പിൻവലിക്കുകയാണ്. പക്ഷെ അശ്വത്ഥാമാവ് അസ്ത്രം പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അശ്വത്ഥാമാവ് മുനിമാരോട് പറയുകയാണ്, എനിക്ക് അസ്ത്രം പെട്ടെന്ന് വഴങ്ങുന്നില്ല, അത് തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ അത് പിൻവലിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഇത് ഞാൻ വേറെ ദിശയിലേക്ക് തിരിച്ചു വിടാമെന്ന് പറയുകയും മുനിമാരത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അശ്വത്ഥാമാവ് ആ അസ്ത്രം തിരിച്ചു വിട്ടിട്ടുള്ളത് ആർക്ക് നേരെയായിരുന്നു എന്നറിയാവോ? അർജുനന്റെ പുത്രനാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തര അന്ന് ഗർഭിണിയായിരുന്നു. ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ചുമക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഉത്തരയുടെ ഉദരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് അശ്വത്ഥാമാവ് ഇത് തൊടുത്തുവിടുന്നത്. പാണ്ഡവരുടെ അടുത്ത അവകാശി എന്ന് പറയാൻ ആ ഒരു വംശാവലിയിലുള്ള അവശേഷിക്കുന്ന ഒരു ജീവൻ, ഉത്തരയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ആ ഗർഭാവസ്ഥയിലുള്ള ശിശുവിന്റെ നേരെയാണ് ഈ അശ്വത്ഥാമാവ് അസ്ത്രം തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. ആ അസ്ത്രമേറ്റ് വയറ്റിലുള്ള കുഞ്ഞ് മരണപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിന് നേരെയായിരുന്നു അശ്വത്ഥാമാവിന്റെ ആക്രമണം. ആ കുഞ്ഞിനെ പോലും, വയറ്റിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ ഇത്. അപ്പോൾ തലേ ദിവസം ഒരുപാട് ക്രൂരതകൾ നടത്തിയല്ലേ, എല്ലാവരെയും വെട്ടിയും മുറിച്ചൊക്കെ കൊന്നു. പഞ്ചപാണ്ഡവന്മാരുടെ യൗവനമെത്തി 5 മക്കളെയും വെട്ടിക്കൊന്നു. പക്ഷെ അതിലൊന്നും കൃഷ്ണൻ കോപിച്ചില്ല അശ്വത്ഥാമാവിനല്ലേ. പക്ഷെ ഈ പ്രവൃത്തി, ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്ന ഈ പ്രവൃത്തി കൃഷ്ണൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കൃഷ്ണൻ ആദ്യം ചെയ്തത് ഈ പുത്രനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. പുതിയതായിട്ട് ആ പുത്രന് ജീവൻ കൊടുത്തു. പിൽക്കാലത്ത് പരീക്ഷിത്ത് മഹാരാജാവ് എന്നൊക്കെ കേട്ടില്ല, ആ പരീക്ഷിത്തായിരുന്നു ഉത്തരയുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞ്. എന്തായാലും കൃഷ്ണൻ ആകപ്പാടെ കോപിഷ്ഠനായി അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരാളെ ശപിക്കണമെങ്കിൽ എത്രത്തോളം കോപിഷ്ഠനായിട്ടുണ്ടാവും. അധർമ്മങ്ങളും യുദ്ധങ്ങളും ഒക്കെ കണ്ട് അശ്വത്ഥാമാവിൻ്റെ തലേ ദിവസത്തെ പ്രവൃത്തിയിൽ പോലും കൃഷ്ണൻ ശപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വയറ്റിലുള്ള ഒരു കുഞ്ഞിന് നേരെയുള്ള ആക്രമണം കൃഷ്ണൻ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കൃഷ്ണൻ ആദ്യം തന്നെ തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അശ്വത്ഥാമാവിനെ ജന്മം മുതൽ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചു പോകുന്ന ഒരു ചൂടാമണി ഉണ്ടായിരുന്നു നെറ്റിയിൽ. നമുക്ക് ആ സിനിമയിൽ അത് കാണാനല്ലേ. ആ ചൂടാമണി ആദ്യം തന്നെ ഛേദിക്കുകയാണ്, അത് മുറിച്ചു മാറ്റിക്കളയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ മരണമില്ലാതെ ഈ ഭൂമിയിൽ അലയും. വെറുതെ അലയുമെന്നല്ല, ജരാനരകൾ ബാധിച്ച് ഈ നെറ്റിയിലെ മുറിവിൽ നിന്നും ശരീരത്തിൽ നിന്നും സദാസമയവും
ചോരയും പഴുപ്പും ചലവും ഒക്കെ ഒഴുകി എല്ലാവിധ മാരക രോഗങ്ങളും ബാധിച്ച് സർവ്വവേദനയും സഹിച്ച് ഒരു കാലത്തും ശമിക്കാത്ത വേദനയുമായിട്ട് ഈ ഭൂമിയിൽ നരകിച്ച് 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 ജീവിക്കുമെന്നുള്ളതായിരുന്നു കൃഷ്ണൻ അശ്വത്ഥാമാവിന് കൊടുത്ത ശാപം. ഈ അശ്വത്ഥാമാവ് മരണമടയാതെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് അശ്വത്ഥാമാവ്? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾക്കിടയിൽ ജീവിക്കുന്ന അശ്വത്ഥാമാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. മറ്റൊന്നുമല്ല, നമ്മളുടെ പകയാണ്, കോപമാണ്. നമ്മൾ ഈ കാലത്ത് ഈ ദിവസങ്ങളിൽ സ്ഥിരം കേൾക്കുന്ന വാർത്തകൾ എന്താണ്? കോപം മൂലം സുഹൃത്തിനെ വെട്ടിക്കൊന്നു, കഷ്ണങ്ങളാക്കി മുറിച്ചു കൊന്നു, സ്വന്തം അമ്മയും അച്ഛനെയും കോപം മൂലം കൊന്നു, സ്വന്തം സഹോദരിയെ കോപത്താൽ വെട്ടിക്കൊന്നു. ഈ വാർത്തകളല്ലേ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ കോപത്തെ, അതായത് മനുഷ്യകുലം എന്നുവരെയുണ്ടോ അല്ലെങ്കിൽ കലികാലം എന്നുവരെയുണ്ടോ അന്ന് വരെ അശ്വത്ഥാമാവ് നമ്മൾക്കിടയിൽ കോപവും പകയുമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പക വീട്ടാനുള്ള ഒരു ചിന്താശേഷി നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനെ പിടിച്ചു വയ്ക്കുന്നതാണ്. പക്ഷെ നമ്മൾക്കിടയിലുള്ള എല്ലാവരും അങ്ങനെയല്ല. വെട്ടിയും കൊന്നും വെടിവെച്ചും ബോംബിട്ടും ഒക്കെ വകവരുത്തുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. ഗർഭസ്ഥ ശിശുവിനെ പോലും വെറുതെ വിടാതെ അവരെ പോലും കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും പറയുകയാണ്, അശ്വത്ഥാമാവ് മരണമില്ല, നമ്മൾക്കിടയിൽ ജീവിക്കുന്നു അല്ലേ? അത് നമ്മളുടെ ഉള്ളിലുള്ള ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ പകയുണ്ട്. നമുക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ല ഒരു പ്രതികാരം ചെയ്യണമെന്ന്. പക്ഷേ നമ്മളുടെ ചില മൂല്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ നമ്മൾ തനിയെ വാർത്തെടുത്ത ചില മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളുടെ രാജ്യത്തെ നിയമം അനുസരിക്കുന്ന കൊണ്ട് മാത്രമൊക്കെ നമ്മൾ ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. എല്ലാവരും പക വീട്ടും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകും. ഇതാണ് അശ്വത്ഥാമാവിൻ്റെ കഥ. ഈ വീഡിയോ തുടങ്ങുന്നത് ഈ ചോദ്യത്തിലായിരുന്നല്ലേ, അശ്വത്ഥാമാവ് ശരിക്കും ഒരു ഹീറോയാണോ അതോ ഒരു വില്ലനാണോ എന്നുള്ളത്. സിനിമ കണ്ട മഹാഭാരതം അറിയാത്തവരൊക്കെ അശ്വത്ഥാമാവ് സൂപ്പർ ഹീറോ ആയിട്ട് വിശേഷിപ്പിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ ശപിച്ച അത്രത്തോളം ഒരു നീചമായ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ശപിച്ച അത്രത്തോളം നീചമായിട്ടുള്ള, ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീചവും മൃഗീയമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത ആളായിട്ടാണ് മഹാഭാരതം അശ്വത്ഥാമാവിനെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധങ്ങളിൽ കേമനായിരുന്നു, വില്ലാളി വീരരായിരുന്നു, തീർച്ചയായിട്ടും അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പക എങ്ങനെയെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നിട്ടാണെങ്കിലും ആ പക വീട്ടണം. യുദ്ധത്തിൽ തോറ്റു, പക്ഷേ അതിനപ്പുറത്തേക്ക് യുദ്ധം തീർന്ന ശേഷം പോലും പക വീട്ടണം എന്നൊക്കെയുള്ള ചിന്ത അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വലിയൊരു ശാപത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ കഥ മനസ്സിലാക്കിയ ശേഷം അശ്വത്ഥാമാവ് ഒരു യുദ്ധവീരനാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അദ്ദേഹം യുദ്ധവീരനായിരുന്നു, വില്ലാളി വീരനായിരുന്നു, നിസ്സംശയം പറയാം അല്ലേ? പക്ഷേ ഒരു മനുഷ്യൻ്റെ മാനുഷിക മൂല്യം വെച്ചളക്കുമ്പോൾ അശ്വത്ഥാമാവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ധാർമ്മിക മൂല്യത്തോടെ ജീവിച്ച ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് പക തോന്നിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അശ്വത്ഥാമാവുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയിൽ ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അശ്വത്ഥാമാവ് ചെയ്ത് കൊടും ക്രൂരത എന്ന് പറയാൻ പറ്റും. ദുര്യോധനൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ ദുര്യോധന കൊടുത്ത ഉറപ്പാണ്, അശ്വത്ഥാമാവ് കൊടുത്ത ഉറപ്പാണ് പാണ്ഡവന്മാരെ ഇല്ലായ്മ ചെയ്യും. അപ്പോൾ അത് ശരിയാന്ന് തോന്നും. ഇതാണ് മഹാഭാരതം. നമുക്ക് പല ആംഗിളുകളിൽ അതിനെ നോക്കി കാണാൻ പറ്റും. മഹാഭാരത യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് പറയാറുണ്ടല്ലേ? ഇതാണ് സംഭവം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അതായത് നമ്മൾക്ക് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. നമ്മളുടെ ഉള്ളിലെ പക, ഒരാളോടുള്ള കൂറ്, നിനക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരനാവും തല്ലി ഞാൻ പോയി തിരിച്ചു ചെല്ലുമെന്ന് പറയാറില്ലേ? അതുതന്നെയല്ലേ അശ്വത്ഥാമാവ് ദുര്യോധനന് വേണ്ടി ചെയ്തത്. നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു വ്യക്തി കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരെ പോയി കൊല്ലണം എന്ന് തോന്നാം. ഒരു പക്ഷേ അങ്ങനെ കൊല്ലുന്നവരില്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ ഭാഗത്ത് നിൽക്കത്തില്ലേ? മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന വ്യക്തിയെ വെടിവെച്ച് കൊന്ന അച്ഛൻ ശങ്കരനാരായണൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ ശങ്കരനാരായണൻ്റെ ഒപ്പമല്ലേ എന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ അശ്വത്ഥാമാവിൻ്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറുപക്ഷത്തിൽ നോക്കുവാണെങ്കിൽ ഈ പാണ്ഡവന്മാരുടെ ഒപ്പം ശ്രീകൃഷ്ണൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കും. അതായത് മഹാഭാരത യുദ്ധം ഇരിക്കുന്നത് നമ്മളുടെ മനസ്സിലാണ്. നമ്മൾ വിശകലനം ചെയ്യുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അത്രേ പറയാനുള്ളൂ. ഈ ലോകത്ത് കാണുന്ന എല്ലാ മഹാഭാരതത്തിലുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വികാരങ്ങൾ അതിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല മഹാഭാരതം എന്ന് പറയുന്നത് 18 പർവ്വങ്ങൾ അഥവാ 18 ചാപ്റ്റേഴ്സാണ്. അതിൽ 6ാമത്തെ പർവ്വമായിട്ടുള്ള ഭീഷ്മപർവ്വത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ സമാഹാരമായിട്ടുള്ള ഭഗവത്ഗീത കടന്നു വരുന്നത്. ഒരു തവണയെങ്കിലും വായിച്ചിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ മനുഷ്യ മനസ്സിനെ കടിഞ്ഞാണിടാൻ പറ്റുന്ന, നമ്മൾക്കുണ്ടായേക്കാവുന്ന പല ആവലാതികളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പില്ലാണ്, മരുന്നാണ് ഭഗവത്ഗീത എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭഗവത്ഗീത മഹാഭാരതം എന്നൊക്കെ പറയുന്നത് മതത്തിൻ്റെ മാത്രം ഭാഗമല്ല. ഈ മതം, ഹിന്ദു മതമൊക്കെ ഈ അടുത്തിടയ്ക്ക്
രൂപപ്പെട്ടെന്നാണല്ലോ, അതിനേക്കാളും മുമ്പ് BC കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഇതിഹാസമാണ്. ഓരോ ഇന്ത്യക്കാരൻ്റെയും ഒരു പുരാണമാണ്, പാരമ്പര്യമാണ് മഹാഭാരതം എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും വായിച്ചിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.